ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് പകരം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. വാരാണസിയിലെ ഗ്യാൻവ്യാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് മേൽ അടക്കം ഹിന്ദുത്വ വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സുന്നി പാരമ്പര്യം അതൊരു സൂഫി പാരമ്പര്യമാണ്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന സൂഫി വര്യന്മാരുടെ സന്ദേശമാണ്. ആ സൂഫി പാരമ്പര്യത്തിൻ്റെ അതിൻ്റെ പൈതൃകമാണ് അഭിവന്ദ്യനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കൂടെ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല.